Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. It's very low. Okay, anyway, we can start. Who is going to do prayer? Yes, ma'am. Dear God, we come before you with humble hearts, seeking guidance and wisdom. Bless us with knowledge, understanding, and patience. Help us to learn and grow, and to use our gift and talent to make a positive impact in the world. Thought of the day. Keep your face to the sunshine, and you cannot see the shadows. These words are by Helen Keller. നിങ്ങളുടെ മുഖം സൂര്യപ്രകാശത്തിന് നേരെ വെക്കുക, നിങ്ങൾക്ക് നിഴലുകൾ കാണാൻ കഴിയില്ല. അതായത് നിങ്ങളുടെ മുഖം സൂര്യപ്രകാശത്തിന് നേരെ വെക്കുന്നതിലൂടെ നിഴലുകളാകുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് പോസിറ്റീവ് വശങ്ങൾ കേന്ദ്രീകരിക്കാൻ സാധിക്കും. താങ്ക് യു മാം. Anything else? Okay, fine. ഇപ്പം ലിജി ഹെലൻ കെല്ലറെ പറ്റി പറഞ്ഞപ്പോ പല ബാച്ചുകളിലും ഹെലൻ കെല്ലർ ശരിക്കും നമുക്ക് നല്ലൊരു എക്സാംപ്ലർ ആണ്. എന്നുവെച്ചാൽ എന്തായിരുന്നു ഹെലൻ കെല്ലറിന്റെ ഞാൻ എക്സാംപ്ലർ ആണ് പറയാൻ കാരണം, വാട്ട് വാസ് ഷീ? അവരാരായിരുന്നു? അവരെന്തായിരുന്നു? അവരെങ്ങനെയായിരുന്നു? Blind lady. Okay. So അവർക്ക് ഫിസിക്കലി ഡിഫോമിറ്റീസ് ഉണ്ടായിരുന്നു അല്ലെ, അവര് ബ്ലൈൻഡ് ആയിരുന്നു. Then വേറെന്തായിരുന്നു? അവര് പിന്നെ എങ്ങനെ അതിനെ തരണം ചെയ്തു, എങ്ങനെ ഓവർകം ചെയ്തു? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഇംഗ്ലീഷിൽ അവരുടെ ഒരു ചെറിയ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു ഹെലൻ കെല്ലറെ. അവരൊരു അമേരിക്കൻ ഓതർ ആയിരുന്നു അല്ലെ. അവർ ജനിച്ച സമയത്ത് അവരൊരു നോർമൽ ചൈൽഡ് ആയിരുന്നു. അവർക്ക് കാഴ്ചയുണ്ടായിരുന്നു, കേൾവി ഉണ്ടായിരുന്നു, കാണാൻ പറ്റുമായിരുന്നു, എല്ലാം. കാഴ്ച ഉണ്ടായിരുന്നു, കേൾവി ഉണ്ടായിരുന്നു, സംസാരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഏകദേശം ഒരു 19 മാസമായപ്പോ, 19 മാസം എന്ന് പറയുമ്പോ ഒരു 1.25 വയസ്സെന്ന് പറയാം അല്ലെ, ഒരു വയസ്സും ഒരു 1.5 വയസ്സ് കഴിഞ്ഞതിന് ശേഷം, അങ്ങനെ ആ ഒരു സമയമായപ്പോഴേക്കും അവർക്ക് എന്തോ മെനിഞ്ചൈറ്റിസ്, അങ്ങനെ എന്തോ ഒരു മെനിഞ്ചൈറ്റിസ് ഫീവർ പോലെ, അങ്ങനെ ഒരു മസ്തിഷ്കപ്പനി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനെ ഒരു ഡിസീസ് വന്നു. അന്നത്തെ കാലഘട്ടത്തില് ഇങ്ങനെ ഇപ്പോഴെന്ന് വെച്ചാൽ ടെക്നോളജി, ഫാർമസ്യൂട്ടിക്കൽ ഏരിയ എല്ലാം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പൊ എന്ത് അസുഖം വന്നാലും എങ്ങനെയെങ്കിലൊക്കെ ട്രീറ്റ് ചെയ്യും. ഈവൻ കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ സ്കാനിങ്ങിലൂടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഡിഫോമിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് അമ്മയുടെ വൂമ്പിൽ വെച്ച് തന്നെ കൊടുക്കുന്ന രീതിയിലൊക്കെ നമ്മളുടെ മെഡിക്കൽ ഫീൽഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടല്ലേ. അല്ലെങ്കിൽ കുട്ടി പുറത്തു വന്ന ഉടനെ തന്നെ അത് ക്ലിയർ ചെയ്യുന്ന രീതിയിൽ ഉള്ള എല്ലാ സംവിധാനങ്ങളും ഡെവലപ്മെന്റ്സും ഉണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് അതില്ലായിരുന്നു. അങ്ങനെ ആ ഒരു 19 മാസമായപ്പോൾ, അത്രയും പ്രായമുള്ള ചെറുപ്രായത്തിൽ ഒരു പനി വന്ന്, മസ്തിഷ്കപ്പനിയാണെന്നാണ് പറയുന്നത്, പനി വന്ന് ഹെലന്റെ കാഴ്ചശക്തിയും കേൾവി ശക്തിയും നഷ്ടപ്പെട്ടു. ഹെലന് കാണാനും പറ്റുന്നില്ല, കേൾക്കാനും പറ്റുന്നില്ല. ആ ഒരു രീതിയിലേക്ക് അവര് പോയി. ശരിക്കും അവരവരുടെ സെൻസസ് യൂസ് ചെയ്തിട്ടാണ് പിന്നെ ഓരോന്ന് പഠിക്കുന്നത്. കാരണം അവർക്ക് കാണാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല. സോ അപ്പൊ പിന്നെ അവർ എന്ത് സെൻസ് യൂസ് ചെയ്യും? മെയിൻ 2 സെൻസാണ്, കാഴ്ചയും കേൾവിയും അല്ലെ. വിഷ്വൽ സെൻസ് നഷ്ടപ്പെട്ടു, ഓഡിറ്ററി സെൻസ് നഷ്ടപ്പെട്ടു. 5 സെൻസിൽ 2 നഷ്ടപ്പെട്ടു, ബാക്കി 3 ഉള്ളൂ. അങ്ങനെ അവര് സർവൈവ് ചെയ്യും. ടച്ച് ചെയ്ത് ആണ് അവര് ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്തത്. ടാക്ടൈൽ സെൻസ്, ആ ഒരു ടച്ച് ചെയ്ത് ഫീൽ ചെയ്താണ് അവർ മനസ്സിലാക്കിയത്. അങ്ങനെ ആകണമെങ്കിൽ, കാരണം 19 മാസം പ്രായമുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡിപ്പെൻഡന്റ് ആണ്. ആ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ പറ്റില്ല. നോർമൽ കുട്ടികളാണെങ്കിൽ കൂടിയും
ആളുകളെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോ ഇതുപോലെ ഡിഫോമിറ്റീസ്, വൈകല്യങ്ങൾ, കാഴ്ചയും കേൾവിയും ഇല്ലാത്ത ഒരു കുട്ടിയാകുമ്പോൾ ശരിക്കും അതിനൊരാൾ വേണം അല്ലെ? അപ്പൊ അങ്ങനെ ഹെലന്റെ കമ്പാനിയനായി വന്നത് ആരായിരുന്നു? ഒരു ടീച്ചർ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്, പക്ഷെ ആരെന്ന് എനിക്ക് പേരൊക്കെ. ആനി സെല്ലവൻ. ഹെലനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൈൻഡ് സ്കൂളിൽ നിന്നാണ് ആനി സെല്ലവൻ വന്നത്. ആനി സെല്ലവന് ജനിക്കുമ്പോഴൊക്കെ നോർമലായിട്ട് കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 20 years ഒക്കെ ടീനേജ് സമയത്ത് ആനി സെല്ലവനും എന്തോ ഒരു അസുഖം വന്ന് കാഴ്ച കുറഞ്ഞു. അങ്ങനെ അവരൊരു സർജറി എന്തോ പ്രൊസീജിയർ ഒക്കെ ചെയ്ത് അത് വീണ്ടെടുത്തു. പക്ഷെ ബ്ലൈൻഡ് ആയി കുറച്ചു കാലം അവർക്ക് ജീവിക്കേണ്ട വന്നു. അതുകൊണ്ട് അവർക്കറിയാം ബ്ലൈൻഡ് ആകുന്ന ആളുകളുടെ ബുദ്ധിമുട്ട്. അവർ ആ സമയത്ത് പഠിച്ചു. ആ സമയത്ത് അവർക്ക് ബ്ലൈൻഡ് സ്കൂളിൽ ജോലി കിട്ടി. അവിടെ വെച്ചാണ് ഹെലന്റെ അമ്മ ആനി സെല്ലവനെ കാണുന്നത്. ഹെലന് വേണ്ടിയിട്ട് ഒരു ടീച്ചറെ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് ആ സ്കൂളിൽ ചെല്ലുന്ന സമയത്താണ് ആനി സെല്ലവനെ കാണുന്നത്. അങ്ങനെ അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആനി സെല്ലവൻ ഹെലന്റെ കൂടെ അടുത്തേക്ക് വരും. ആദ്യമൊക്കെ ഹെലൻ ദേഷ്യപ്പെടുമായിരുന്നു, ലൈക്ക് എല്ലാം വലിച്ചെറിയും. കാരണം അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയി കുട്ടി. കാരണം കാണാനും കേൾക്കാനും പറ്റുന്നത് പെട്ടെന്ന് ഒരു സമയം കൊണ്ട് ചുറ്റും ഇരുട്ടായി, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോഴേക്കും ഡെഫിനറ്റ്ലി ആളുകൾ ഫ്രസ്ട്രേറ്റഡ് ആവൂലെ. അങ്ങനെ ഹെലൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയി. അങ്ങനെയാണ് ആനി സെല്ലവൻ ഹെലനെ മനസ്സിലാക്കി. ഹെലന്റെ സെൻസ്, ആ നല്ല ഷാർപ്പായിട്ടിരിക്കുന്ന സെൻസ് ഹെലന്റെ ടാക്ടൈൽ സെൻസ് ആയിരുന്നു. ടച്ച് ചെയ്ത് ഫീൽ ചെയ്യുന്ന സെൻസ്. ആ ടാക്ടൈൽ സെൻസ് യൂസ് ചെയ്തിട്ട് ഹെലനെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു. ഒരു വാട്ടർ എന്ന് ഹെലനെ പഠിപ്പിച്ചത് ഹെലന്റെ കയ്യിലൂടെ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയായിരുന്നു. ഹെലന് ഭയങ്കരമായിട്ട് ഇക്കിളിയായി. ഹെലന് ഭയങ്കര സന്തോഷമായി. ഹെലൻ നിന്ന് മനസ്സ് തുറന്ന് പൊട്ടിച്ചിരിച്ചു. അപ്പൊ അങ്ങനെ ഹെലനെ പിന്നെ ഹെലൻ ആരെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ഹെലന്റെ ഫിംഗേഴ്സ് അവരുടെ ലിപ്സിൽ വെച്ചിട്ട് ആ ലിപ്സിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കിയിട്ടാണ് ഹെലൻ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. ആ ഹെലൻ പിന്നെ സ്വന്തം പ്രയത്നം ആനി സെല്ലവന്റെ സപ്പോർട്ടോടുകൂടി വളരെ പല രംഗങ്ങളിലും അവരുടെ കഴിവുകൾ തെളിയിച്ചു. അതായത് അധ്യാപികയായിട്ട്, പിന്നെ സോഷ്യൽ സർവീസ്. അവര് കൂടുതലും പ്രവർത്തിച്ചത് ലേബേഴ്സ്, വർക്കേഴ്സ്, അങ്ങനെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അവർക്ക് വേണ്ടി സംസാരിച്ചു. ഹെലന്റെ ആത്മകഥയാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഞാൻ വായിച്ചിട്ടില്ല, വായിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ വായിക്കൂ. അതിൽ കുറച്ച് ഭാഗമാണ് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ഇംഗ്ലീഷിൽ പഠിച്ചത്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ഹെലൻ കെല്ലറെ കുറിച്ച് നിങ്ങൾക്ക് ഒരു സെമിനാർ പോലെ പ്രസന്റ് ചെയ്യാം. കാരണം നമ്മളുടെ കോഴ്സുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പല മേഖലകളിൽ നിന്നുള്ള ആളുകളിൽ ഒരാൾ തന്നെയാണ് ഹെലൻ കെല്ലർ. കാരണം ഹെലൻ തന്റെ ടാക്ടൈൽ സെൻസ് യൂസ് ചെയ്തിട്ടാണ് ഹെലൻ വളരെയധികം മുന്നോട്ട് വന്നത്. ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് വർഷം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ആരൊക്കെ ഒരാള് തന്നെ മുഴുവനും എടുക്കണ്ട, നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ദിവസം ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. ആരൊക്കെ വേണമെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ക്ലാസ് ലൈവായിട്ട് വരുന്നവർക്കല്ലേ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രസന്റ് ചെയ്യുക. നിങ്ങൾക്ക് അത് റിപ്പോർട്ടായിട്ട് എഴുതി കയ്യിൽ വെക്കാം. എപ്പോഴെങ്കിലും ഇന്റർവ്യൂ പോകുമ്പോൾ ഞാൻ ക്ലാസ്സിൽ എടുത്തൊരു സെമിനാറാണ് ഇത് പറഞ്ഞ് നിങ്ങൾക്ക് കാണിക്കാം. അവരൊക്കെ ഇംപ്രസ്ഡ് ആവും. കാരണം അത്രയും വളരെ എമിനന്റ് പേഴ്സൺ ആണ് ഹെലൻ കെല്ലർ. ഓക്കെ, സെമിനാർ എടുക്കുമ്പോൾ നമ്മൾ എന്താ എടുക്കുക? ഹെലന്റെ കുട്ടിക്കാലം, ഹെലൻ പിന്നെ എങ്ങനെ ആ പ്രോബ്ലംസിനെ ഫേസ് ചെയ്തു, അതിന് ഹെലനെ ഹെൽപ്പ് ചെയ്തത് ആരാണ്, പിന്നെ ഹെലൻ ഏതൊക്കെ മേഖലകളിലേക്ക് ഫേമസ് ആയി മാറി, ഹെലന്റെ കോൺട്രിബ്യൂഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നിങ്ങളൊരു 3 പേരോ 4 പേരോ 6 പേരോ ചേർന്നിട്ട് ഇത് പ്രസന്റ് ചെയ്യാം. എങ്ങനെയായാലും പ്രശ്നമില്ല. നിങ്ങൾക്ക് അതിന്റെ 15 to 20 minutes തരാം. മാക്സിമം ആ ഒരു ടൈമിനുള്ളിൽ തീർക്കാൻ നോക്കുക. 10 to 10 ആയാലും 15 ആയാലും നോ പ്രോബ്ലം. ബട്ട് മാക്സിമം 20 minutes, അതിൽ കൂടുതൽ ആവരുത്. ആ രീതിയിൽ പ്ലാൻ ചെയ്ത് അതൊന്ന് പ്രസന്റ് ചെയ്യാം. PPT പോലെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ PPT പോലെ പ്രിപ്പയർ ചെയ്യാം. PPT ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കും. PPT പോലെ പ്രിപ്പയർ ചെയ്യാം. അപ് ടു യു, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ബട്ട് ആ സെമിനാർ എടുക്കുമ്പോൾ എല്ലാവർക്കും അതിന്റെ ഒരു നല്ല, ഹെലനെ പറ്റി വളരെ കുറച്ച് അറിവുകൾ മാത്രമുള്ള ഒരാളാണെങ്കിൽ പോലും നല്ലപോലെ അത് മനസ്സിലാക്കുന്ന രീതിയിൽ അവർക്ക് നല്ലൊരു റിസോഴ്സസ് കൊടുക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ സീരിയസ് ആയി തന്നെ ടോപ്പിക് എടുത്ത് ക്ലാസ് എടുക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നിങ്ങൾക്ക് 4 റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തന്നിരുന്നോ?
2 റെക്കോർഡ്സ് ഉണ്ട്. 2 റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് ഇന്നലെയാണോ കിട്ടിയത്? നേരത്തെ കിട്ടിയിരുന്നോ? ഇന്നാണോ കിട്ടിയത്? ഇന്നലെയാണ് കിട്ടിയത്. ഇന്നലെയാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ എന്തായാലും റെക്കോർഡ് എഴുതാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അപ്പൊ പിന്നെ ഉടനെ പറയുന്നില്ല. ഓക്കെ, നമ്മളിപ്പോ പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തു. പാർട്ട് 2 സൈക്കോളജി അല്ലേ എടുത്തോണ്ടിരിക്കുന്നേ? പിന്നെ പാർട്ട് 4 നിങ്ങൾക്ക് എടുത്തോണ്ടിരിക്കുന്നുണ്ടല്ലേ? അശ്വതി മിസ് പാർട്ട് 4 എടുക്കുന്നുണ്ടോ? സ്കൂൾ മാനേജ്മെന്റ് എടുക്കുന്നുണ്ട്. കാരണം ഞാൻ ചോദിച്ച സ്കൂൾ മാനേജ്മെന്റ് എടുക്കുമ്പോൾ ഒരു അസൈൻമെന്റ് ഉണ്ട്. അത് 10 ക്വസ്റ്റ്യൻ ഒരുമിച്ച് വരുന്ന ഒരു അസൈൻമെന്റ് ആണ്. അതിപ്പോ തരണോന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. 10 ക്വസ്റ്റ്യൻസ് ആവുമ്പോൾ ഇനി ഒരു സ്ട്രഗിൾ, കാരണം റെക്കോർഡ് റൈറ്റിംഗിന്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ ദിവസമല്ലേ കിട്ടിയത്. പക്ഷെ പറഞ്ഞ 2 റെക്കോർഡും പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റെക്കോർഡാണ് കേട്ടോ. അപ്പൊ ഈ ഒരു 10 ക്വസ്റ്റ്യൻ്റെ ഒരു അസൈൻമെന്റ് ദാറ്റ് ഇസ് അബൌട്ട് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ ആണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ തരണോ അതോ എപ്പോഴാ തരണ്ടേ? റെക്കോർഡ് സബ്മിറ്റ് ചെയ്തിട്ട് പോരെ മിസ്? എല്ലാം കൂടി ചെയ്യല്ല, കംപ്ലീഷൻ എന്നേ ഉള്ളൂ. സബ്മിഷൻ നമുക്ക് ഇല്ല, പോസിബിൾ അല്ല. സബ്മിഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ എത്രയും പേജസ് ഒരാളുടെ തന്നെ ഉണ്ടാവും കുറെ. അപ്പൊ പിന്നെ 5 റെക്കോർഡ് ഉണ്ട്. സബ്മിഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വൈവ സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. വൈവ ടൈമിലാണ് അതിന്റെ മാർക്ക് ഇടുന്നത്. പിന്നെ പ്രാക്ടിക്കൽ സെഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്തുമ്പോൾ എല്ലാവരും റെക്കോർഡും കൊണ്ട് വരാറുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് സൈൻ വാങ്ങാൻ വേണ്ടിയിട്ട്. സൈനും സീലും അത്രയും എഫേർട്ട് എടുത്തതല്ല, അതിനൊരു വാല്യൂ വേണ്ടേ. ഇത് സബ്മിറ്റ് ചെയ്യണ്ട കേട്ടോ, ഫോട്ടോ എടുത്തൊന്നും ആരും പോസ്റ്റ് ചെയ്യണ്ട. കാരണം അത്രയും നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഒരാളുടെ അല്ല, പല ആളുകളുടെ. സബ്മിഷൻ എന്നുള്ളതില്ല. ഈ മന്തില് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു 20 days ഇനഫ് ആണെന്ന് തോന്നുന്നു. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ 20 days എന്നുള്ള രീതിയിൽ ഇനഫ് ആയിരിക്കും. ഇന്നിപ്പോ 6-ാം തീയതി അല്ലേ ഡേറ്റ്. സോ ഈ മാസം അവസാനമൊക്കെ ആവുമ്പോഴേക്കും അതിന് മുമ്പേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം പിക്ചേഴ്സ് മാത്രമല്ലേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും എഴുതണ്ടേ, ഒന്നും വരണില്ലല്ലോ. ഓക്കെ, സോ ബാക്ക് ടു അവർ ക്ലാസ്. നമ്മൾ സൈക്കോളജി ആണ് എടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഹെലൻ കെല്ലറിന്റെ കാര്യം മറക്കണ്ട. അത് നല്ല എടുക്കാൻ എടുക്കാത്തവരുണ്ടാവുമല്ലോ, അവരും റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ മാക്സിമം ഡേറ്റാസ് കളക്ട് ചെയ്യുക. ആരെടുക്കണം എന്നുള്ളത് നിങ്ങൾ തമ്മിൽ തീരുമാനിക്കുക. അധികം ആളുണ്ടെങ്കിൽ ടോപ്പിക്സിനെ ഡിവൈഡ് ചെയ്ത് എനിക്ക് സെമിനാർ തന്നു. പക്ഷെ അത് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വച്ചിട്ടായിരുന്നു. അത് എടുത്തോ? എടുത്തു. ആരെയായിരുന്നു എടുത്തേ? ഞാൻ അബ്ദുൽ കലാം സാറിന്റെ. വെരി ഗുഡ്. അങ്ങനെ ഓരോരുത്തരും ചെയ്തോ? ഒരുപാട് പേര് പ്രസന്റ് ചെയ്തു. ഹെലൻ കെല്ലർ ആരുടെയെങ്കിലും വന്നോ? ഒന്നെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാനാ. ഞാൻ പറഞ്ഞിരുന്നു. എന്തോ ഹെലൻ കെല്ലറിനെ പറ്റി പറഞ്ഞിരുന്നു. ആണോ രാജലക്ഷ്മി? ഹെലൻ കെല്ലറിനെ പറ്റിയാണോ പറഞ്ഞത്? പറഞ്ഞിരുന്നോ? അപ്പൊ പിന്നെ നമുക്ക് ഇനി വേണമെന്നില്ല. വേണോ? വേറെ ആരൊക്കെയോ പറഞ്ഞിരുന്നു. വേറെ ആര് പറഞ്ഞിരുന്നു തോന്നുന്നു. ഡൗട്ട് ഉണ്ട്. എന്നാ പിന്നെ ടോപ്പിക് വിടാം. കാരണം നിങ്ങൾ അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണ്ട. പക്ഷെ നമ്മളുടെ ഈ ഒരു സെൻസോറിയൽ ലേണിംഗ് മെത്തേഡുമായിട്ട് ഏറ്റവും ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഹെലൻ കെല്ലറെ പറഞ്ഞത്. കാരണം അവരവരുടെ ടാക്ടൈൽ സെൻസ് യൂസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും പഠിച്ച് അവർ അത്രയും കേപ്പബിൾ ആയ ഒരു ലേഡിയായി മാറിയത്. ഇത്രയും ഡിഫോമിറ്റീസ്, ഡിസബിലിറ്റീസ് അവർക്ക് ഉണ്ടായിട്ടും അവർ വളരെ ഷൈൻ ചെയ്തു. ഇപ്പോഴും ആളുകൾ ഓർക്കുന്നു, ആളുകൾ അവരുടെ ബുക്സ് ഫോളോ ചെയ്യുന്നു, ആളുകൾ അവരുടെ കുറെ പ്രസന്റേഷനും റൈറ്റപ്സും ഒക്കെ ഉണ്ട്, അതൊക്കെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ബാക്ക് ടു അവർ ക്ലാസ്. സൈക്കോളജി അല്ല എടുത്തോണ്ടിരുന്നത്. സൈക്കോളജിയുടെയും ബുക്സ് ഒക്കെ വായിക്കാൻ കിട്ടുവാണെങ്കിൽ വായിക്കണം.
ഈ PDF മാത്രം നോക്കി ഇതിലങ്ങ് ഒതുങ്ങി പോരുത്. കാരണം നമ്മൾ നല്ല വൈഡ് ആയിട്ട് അറിയേണ്ടതാണ്. നമ്മൾ ശരിക്കും ഫോളോ ചെയ്യേണ്ടത് ചൈൽഡ് സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, ഡെവലപ്മെന്റൽ സൈക്കോളജി. ചൈൽഡ് സൈക്കോളജിയിൽ നമുക്ക് റെഫറൻസുകളാണ് ഓരോ സൈക്കോ അനാലിസ്റ്റുകളും ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞ അവരുടെ ഒബ്സർവേഷൻസും കോൺട്രിബ്യൂഷൻസും. ഓക്കെ, അപ്പൊ അങ്ങനെ മാക്സിമം കിട്ടാവുന്ന ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഓക്കെ, നമ്മൾ ഇവിടെ വരെ ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി ഇനി സ്റ്റാർട്ട് ചെയ്യണോ? എന്താ വേണ്ടത്? അത് ഫസ്റ്റ് പാരഗ്രാഫ് എടുത്തിട്ടുണ്ട്. പാരഗ്രാഫ് എടുത്തു. ഓക്കെ, സോ ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി എന്നുള്ള പാർട്ടായിരുന്നു. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ നോയിങ് അവർ സെൽസ്, ഒരു വാക്ക് അവിടെ ഇല്ല, ബട്ട് ഞാൻ ആഡ് ചെയ്യാണ്. അത് മറിയാ മോണ്ടിസോറിയുടെ വാക്കുകളായിരുന്നു. നമ്മളെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ വരുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ ഇൻ എ കൺട്രോൾഡ് എൻവയോൺമെന്റ്. ഒരു പെർട്ടിക്കുലർ എൻവയോൺമെന്റില് കുട്ടികളുടെ ബിഹേവിയറിന്റെ മോഡിഫിക്കേഷൻ, അതാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ പറഞ്ഞു അല്ലെ. സോ പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരിക, ആ ഒരു ബിഹേവിയറിൽ ചേഞ്ചസ് വരുത്തിയിട്ട്. കാരണം വളരെയധികം ബിഹേവിയറൽ ഇഷ്യൂസ് അത് കുട്ടികളായാലും ശരി പ്രായമായാലും ശരി കാണിക്കാറുണ്ട്. ചിലപ്പോൾ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും ചില ആളുകൾ ബിഹേവിയർ ഇഷ്യൂസ് കാണിക്കുന്നത്. ഈ മനുഷ്യയൊക്കെ പ്രായമായിട്ട് വന്നു കഴിയുമ്പോഴേക്കും ആളുകളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യൂലേ. അതുവരെ നമ്മൾ കണ്ട ഒരു രീതിയായിരിക്കില്ല കാണുന്നത്. പിന്നെ എന്താ പറയുക, നമ്മളുടെ ബോഡിയിലെ ചില കെമിക്കൽ ഇംബാലൻസ് നടക്കുമ്പോൾ, അതായത് സോഡിയം, പൊട്ടാസ്യം, അമോണിയ, ഇങ്ങനെ പല പല കെമിക്കൽസ് നമ്മുടെ ബോഡിയിലുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലാതെ തന്നെ ബോഡിയിൽ അതിന്റെ കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഇംബാലൻസ് വരുമ്പോഴും ആളുകളിൽ ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. കൺഫ്യൂഷൻ, ഡിസോറിയന്റേഷൻ അല്ലെ. ഞാൻ ഇവിടെ എവിടെയാ, സ്ഥലകാല ബോധമില്ലായ്മ, മുന്നിൽ നിൽക്കുന്നത് ആരാന്ന് തിരിച്ചറിയാതെ വരിക, അങ്ങനെ അതുവരെയും ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് മെന്റലി ഡിഫറെന്റ് ആയിട്ട് പെരുമാറുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബിഹേവിയർ ഇഷ്യൂസ് വരും. പക്ഷേ കുഞ്ഞുങ്ങളില് ബിഹേവിയർ ഇഷ്യൂസ് വരുന്നതിന് പല കാരണങ്ങളുണ്ട്. അവര് വളർന്നു വരുന്ന സാഹചര്യം, അവരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്, അങ്ങനെ പല കാര്യങ്ങളും, അവർക്ക് ശരിയായ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കിട്ടാതെ വരിക, ഇതെല്ലാം അവരുടെ ബിഹേവിയർ ഇഷ്യൂസിന് കാരണമാകും. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള കെയർ കിട്ടാതെ വരിക. എല്ലാവരുടെയും റൈറ്റ്സ് ആണ് ടു ബി ലൗഡ് എന്നുള്ളത്. മറ്റുള്ളവരെ സ്നേഹിക്കുകയും നമ്മൾ സ്നേഹിക്കപ്പെടുക എന്നുള്ളതും എല്ലാവരുടെയും റൈറ്റ് തന്നെയാണ്. അത് കിട്ടാതെ വരിക, ലവ്, വാംത്ത്, അഫെക്ഷൻ, കെയർ, ഇതൊന്നും കിട്ടാതെ വരുമ്പോഴും കുട്ടികളിൽ ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് മനസ്സിലാക്കി അതിനെ നല്ല രീതിയിൽ പോസിറ്റീവ് ചേഞ്ചസ് വരുന്ന രീതിയിൽ ആ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുക എന്നുള്ളത് നെസസറിയാണ്. ഇത് ചെയ്യാനായിട്ട് കുട്ടികളെ ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്നത് സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് ആണ്. അപ്പൊ ടീച്ചേഴ്സിന് അത് ചെയ്യാൻ പറ്റണം. ടീച്ചേഴ്സിന് അത് ചെയ്യാൻ പറ്റണമെങ്കിൽ ടീച്ചേഴ്സിന് അതിന്റെ സയൻസ് അറിയണം അല്ലെ. മുന്നിൽ വരുന്ന കുട്ടികളെ മനസ്സിലാക്കാനായിട്ട് ടീച്ചർക്ക് പറ്റണം. അതുകൊണ്ടാണ് ഈ കോഴ്സിൽ സൈക്കോളജി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊരു കോഴ്സിന്റെ ഒരു സബ്ജക്റ്റ് ആയിട്ട് മാത്രം സൈക്കോളജിയെ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജിയെ കാണരുത്. ഇറ്റ്സ് എ ലൈഫ് ലേണിംഗ് പ്രോഗ്രാം. ഒരു ജീവിതയാത്രയുടെ ലേണിംഗ് പ്രോസസ്സിലൂടെയാണ് അല്ലെ, നമ്മളുടെ വളർച്ചയുടെ നാൾ വഴികൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മലയാളത്തിൽ പറയുവാണെങ്കിൽ, അപ്പൊ നമ്മൾ എല്ലാവരും നിങ്ങളുടെ നോട്ട്സ് എഴുതി വെക്കണം, നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം, കാണുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം, കുട്ടികൾ ഒബ്സർവ് ചെയ്യുമ്പോൾ എഴുതി വെക്കണം. അത് നിങ്ങളുടെ ഒരു ജേണലാണ്, നിങ്ങളുടെ വളർച്ചയുടെ നാൾ വഴി പുസ്തകം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. നിങ്ങളുടെ ലൈഫ് ലേണിംഗ് പ്രോസസ്സിന്റെ ഒരു റെഫറൻസ് ആണ് നിങ്ങൾ ഈ നോട്ട് ചെയ്യുന്നതെല്ലാം.
ഓക്കെ. അല്ലാതെ ഇത് എനിക്ക് എക്സാമിന് വേണ്ടി മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കണം, ആ ഒരു രീതിയിൽ ഒരിക്കലും നമ്മൾ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ എടുക്കരുത്. ഇപ്പോ ഈ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ ഒരു രീതിയിൽ ഓൺലൈനായിട്ട് ഈ ഒരു ലിമിറ്റേഷൻസിൽ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവരുടെയും ഉള്ളിൽ ഇതിനോടുള്ള ഇഷ്ടം, ഒരു പാഷൻ, ഇടയ്ക്ക് വെച്ച് എപ്പോഴും പഠനം പാതി വഴിയിൽ അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ ടീച്ചർ ആകുക എന്നുള്ള ആ ഒരു സ്വപ്നം, പാഷൻ പാതി വഴിയിൽ നമ്മളെ ഫോഴ്സ്ഫുള്ളി നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകാം. അത് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു സ്ട്രഗിളും കൂടിയാണ്. അപ്പൊ നമ്മൾ അത്രയും എഫേർട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇതിന് ഒരു വരുമാന മാർഗം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് എന്നുള്ള രീതിയിൽ മാത്രം കാണരുത്. അങ്ങനെ കാണുന്നതുകൊണ്ട് തെറ്റില്ല കേട്ടോ. കാരണം എവ്രിബഡി നീഡ്സ് മണി, ഇൻകം നമുക്ക് വേണം അല്ലെ. ബട്ട് അത് നമ്മൾ വളരെ മാന്യമായി അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുള്ളൂ. ലോട്ടറി അടിക്കുന്നതൊക്കെ കൊള്ളാം, ബട്ട് ഒരാളെ പറ്റിച്ചോ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും വരുമാനം ആ ഒരു രീതിയിലേക്ക് പോകരുത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കുന്ന ആ ഒരു ക്യാഷ്, അതിപ്പോ ഒരു 10,000 രൂപയാണെങ്കിലും അതിന് വളരെ വാല്യൂ ആയിരിക്കും അല്ലെ. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന് നിങ്ങൾ അത്രയും റെസ്പെക്റ്റോട് കൂടി, നമുക്കുള്ള ലിമിറ്റഡ് കണ്ടന്റ് ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ കണ്ടെന്ന് പോകുന്നത്. അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ എപ്പോഴും തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ്. എപ്പോഴും ബോക്സിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടാതെ പുറത്തേക്ക് ചിന്തിക്കുക. അപ്പൊ ആ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യണം. നമ്മൾ വായിക്കുന്ന ഓരോ കാര്യങ്ങളും എവിടെയെങ്കിലും ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മൾ റെഫറൻസ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അതങ്ങനെ ഇപ്പൊ എല്ലാ ഫിംഗർ ടിപ്സിലാണല്ലേ, എന്ത് നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ക്ലാസ്സിൽ നിങ്ങൾ പലരും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നു, ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാകും. അപ്പൊ ഫസ്റ്റ് വേണ്ടത് മനസ്സിലായില്ലേ, ടീച്ചർ കുട്ടിയുടെ ബിഹേവിയർ മനസ്സിലാക്കണം. അത് കുട്ടി ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും ആസ് ആൻ ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കണം. ഒരു ഗ്രൂപ്പില് കുട്ടി മേർജ് ചെയ്യുമ്പോൾ അവിടെ ആ കുട്ടിയുടെ ബിഹേവിയർ എന്താന്ന് മനസ്സിലാക്കാനായിട്ട് ടീച്ചർക്ക് പറ്റും. ആ രീതിയിൽ ഗ്രൂപ്പിന് ആക്ടിവിറ്റീസ് കൊടുക്കാൻ, സോഷ്യോ കൾച്ചർ പ്രോഗ്രാംസ് ഒക്കെ കൊടുത്ത് അവരെ മോർ ആക്റ്റീവ് ആക്കാനായിട്ട്. കാരണം അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തു കഴിയുമ്പോഴാണ് ടീച്ചർക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ ഗ്രൂപ്പിലാവുമ്പോ ആ കുട്ടി എങ്ങനെയാണ്, ഒറ്റയ്ക്കാവുമ്പോ കുട്ടി എങ്ങനെയാണെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാവും. നെക്സ്റ്റ് 2 പാരഗ്രാഫ്സ് നമ്മൾ വായിക്കാനുണ്ട് അല്ലെ. ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? നെക്സ്റ്റ് 2 പാരഗ്രാഫ്സ്, ചെറിയ പാരഗ്രാഫ്സ് ഒന്ന് വായിച്ചു. ഓക്കെ. ആരും വന്നാന്ന് നോക്കിയതാ ടീച്ചറെ, ഇന്നലെ വായിച്ചോണ്ടേ. ഓക്കെ ഓക്കെ. നിങ്ങൾ കുറവായതുകൊണ്ട് നിങ്ങൾക്ക് ചാൻസസ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. പ്ലീസ് വായിച്ചു. As a teacher deals with the children processing of knowledge, she is expected to know the process involved in the obtaining of knowledge. Besides, she must have knowledge of how to improve knowledge of the children so that they may process it properly. It is important that a teacher must know that type of knowledge item can be absorbed mentally by children of a particular age group. In short, psychology helps teachers in deciding what to teach, who to teach, and how to teach. As the children undergoing pre-primary education are very young and not much expected of the society or larger environment, a teacher must be intensely careful in dealing with them. They are very subtle and sensitive. They are likely to absorb or internalize anything they come across. A teacher who is engaged in adjusting the very young generation of the society is expected to have a good knowledge of psychology of the children. ഓക്കെ. കുട്ടികളുടെ ടീച്ചർ ഡീൽ ചെയ്യുന്നത് എന്താണ്? ആ ഒരു കുട്ടികളുടെ പല കാര്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്നതാണല്ലേ. പിന്നെ ടീച്ചർ പ്രൊവൈഡ് ചെയ്യാണ് പല രീതിയിലുള്ള ഇൻഫർമേഷൻസ്. കുട്ടികൾ ആ ഇൻഫർമേഷൻ മനസ്സിലാക്കി അവരിൽ അതൊരു അറിവായിട്ട്, നോളജ് ആയിട്ട് ഫോം ചെയ്യും. അപ്പൊ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടീച്ചർ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഷീ ഷുഡ് അപ്ഡേറ്റ്. ആ ടീച്ചർ
അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കണം. കാരണം കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടി വരുമ്പോ അവർ അപ്ഡേറ്റഡ് ആകണം. ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു കാര്യം പറഞ്ഞു, ഗ്രൂപ്പ് ഓഫ് കുട്ടികളായിരിക്കും, 10 പേര് അല്ലെങ്കിൽ 20 പേരായിരിക്കും. ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഓരോ കുട്ടിയും മനസ്സിലാക്കുന്ന രീതിയും ടീച്ചർക്ക് മനസ്സിലാവണം. ആ ടൈപ്പ് ഓഫ് നോളജ്, ഇപ്പൊ എന്ത് എപ്പോൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ടീച്ചർക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു ക്ലാസ്സിന്, അത് വേറെ ബാച്ചിലാണെന്ന് അറിയില്ല. മാത്സ് എല്ലാവരും ഒരു പേടി സ്വപ്നമായിട്ട് എപ്പോഴും പറയാറുണ്ട് മാത്സിനെ. ഓൾമോസ്റ്റ് എല്ലാവരും, വളരെ കുറച്ച് പേർക്ക് ഈസി ആയിരിക്കും. അപ്പൊ ഈ മാത്സ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ മാത്സ് ടീച്ചേഴ്സും ഭയങ്കര ഭീകരരായിരുന്നു കേട്ടോ. വടിയൊക്കെ ആയിട്ട് വന്നിട്ട് ചൂരിലൊക്കെ ആയിട്ട് ഭയങ്കര ക്ലാസ് റൂം അങ്ങനെ അന്തരീക്ഷം തന്നെ മാറും. ആ രീതിയിലാണ് അവര് മാത്സ് പഠിപ്പിച്ചത്. എനിക്ക് മാത്സ് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഏത് രീതിയിൽ എങ്ങനെ ആര് പഠിപ്പിച്ചാലും എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനത് ചെയ്യും. പക്ഷെ കുറെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അവരെങ്ങനെയാന്ന് വെച്ചാൽ ടീച്ചറെ പേടിച്ചിട്ട് ഹോംവർക്ക് ഒക്കെ കോപ്പി അടിച്ചങ്ങ് വെക്കും. അങ്ങനെയായിരുന്നു രീതി. ഇതിന്റെ സ്ഥാനത്ത് ഒരു കുട്ടികളെ മനസ്സിലാക്കിയിട്ട് മാത്സ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ വരുമായിരുന്നെങ്കിൽ ഈ പറയുന്ന മാത്സിനോട് പേടി ഇഷ്ടമില്ലായ്മയൊക്കെ ഉള്ള കുട്ടികൾക്ക് വളരെ ഈസി ആകും. അതാണ് പറയുന്നത്. പറഞ്ഞു കേട്ടിട്ടില്ലേ, മാത്സ് ആയിരുന്നു ഏറ്റവും ടഫ്. പുതിയ മിസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും മാത്സ് ഭയങ്കര ഈസി ആയി. അത് ആ മിസ്സിന്റെ ഒരു രീതി, മിസ് ആ ടഫായിട്ടുള്ള സബ്ജക്റ്റിനെ കുട്ടികളിലേക്ക് എത്തിച്ച രീതി, അത് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് അവർക്ക് കുട്ടികളെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതാണ് ഈ നോളജിനെ എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. ഒരു ടീച്ചർക്ക് ഭയങ്കര നോളജ് ഉണ്ടാവുന്നതല്ല ഏറ്റവും ഭയങ്കര വലിയ കാര്യം. ആ ഉള്ള നോളജിനെ മറ്റുള്ളവരിലേക്ക് എങ്ങനെ പകർന്നു കൊടുക്കാനായിട്ട് പറ്റും, അതാണ് ആ ടീച്ചറുടെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഞാനൊക്കെ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫുൾ നമ്മളെ ക്ലാസ് എടുക്കില്ല കേട്ടോ. ടോപ്പിക്സ് അവസാനം ഏതെങ്കിലും ഒരു മോഡ്യൂളൊക്കെ ടീച്ചേഴ്സ് അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് പറയും, ക്ലാസ്സിൽ പറയും ആരെങ്കിലൊക്കെ സെമിനാർ എടുത്തോളം പറയും. അപ്പൊ എനിക്ക് പണ്ട് തുടങ്ങിയ ക്ലാസ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ടോപ്പിക്സ് ഒക്കെ എടുത്തിട്ട് സെമിനാർ എടുക്കും. അപ്പൊ എക്സാം ടൈം ആകുമ്പോഴേക്കും ഫ്രണ്ട്സ് ഒക്കെ വരും, ഇങ്ങനെ ഓരോന്ന് ടോപ്പിക് ഒക്കെ ഭയങ്കര ഡൗട്ട് ആകുമ്പോൾ ഇതൊന്നും നോക്കിയിട്ട് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചു വരും. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞു കൊടുക്കാനായിട്ട്. അറ്റ് ദ സെയിം ടൈം ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സ്റ്റുഡിയസ് ആണ്. ഇങ്ങനെ ചത്ത പഠിക്കുന്ന രീതിയല്ല, വെറുതെ ബുക്സ് ഇങ്ങനെ റെഫർ ചെയ്യും, ഇങ്ങനെ മറിച്ച് നോക്കും. ആൾക്ക് ഭയങ്കര ഐഡിയ ആണ് ഇതിനെ കുറിച്ച്. പക്ഷെ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ അറിയില്ല. മീൻസ് ഒരു ക്ലാസ് എടുത്ത് ഫലിപ്പിക്കാനോ അങ്ങനെയൊന്നും അറിയില്ല. ആൾക്ക് നല്ല നോളജ് ആണ് അതിനെ കുറിച്ച്, പക്ഷെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അറിയില്ല. സെയിം തന്നെയാണ് എന്റെ മോളും. അവളും എപ്പോഴും പറയും, അമ്മ ക്ലാസ് എടുക്കുന്ന പോലെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. കാരണം അവൾക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണേയില്ല. അപ്പൊ ഞാൻ ഓരോ ഫീൽഡും അവളിങ്ങനെ കോഴ്സിന് വേണ്ടി നോക്കുമ്പോഴേക്കും ഞാനിങ്ങനെ പറയും, അതിൽ ട്യൂട്ടർ ആവുമ്പോൾ നന്നായിരിക്കും. അത്ര പേയ്മെന്റിന്റെ സൈഡ് എന്ന് പറഞ്ഞാലും വളരെ സേഫ് ആണ്. പിന്നെ ലൈഫും സേഫ് ആണല്ലോ. ട്യൂട്ടർ എന്നൊക്കെ പറയുമ്പോഴേക്കും ഓൾ ടൈമിലൊന്നും വർക്ക് ചെയ്യണ്ട, മോർണിംഗ് പോയി വൈകിട്ട് വരാം, അങ്ങനെയുള്ള രീതിയിൽ ഒരു ട്രെയിനറായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴേ അവള് പറയാം എന്നെ കൊണ്ട് അത് പറ്റില്ല. ചില ദിവസങ്ങളിൽ ഞാൻ ഓടിയായിരിക്കും ക്ലാസ്സിൽ കയറി, എന്തെങ്കിലും കാരണങ്ങൾക്കൊക്കെ പുറത്തു വിട്ടപ്പോൾ ഞാൻ പറയും ഞാൻ ഇന്നെടുക്കേണ്ട പോർഷൻ നോക്കിയിട്ടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അവള് പറയും അമ്മയ്ക്ക് എന്താ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമല്ലോ, എനിക്കൊക്കെ അത് പറ്റാത്തതെന്ന് അവള് പറയും. ഈവൻ ഫ്രണ്ട്സിന് പോലും പഠിപ്പിച്ചു കൊടുക്കാൻ അവൾക്ക് പറ്റാറില്ല, അത് ഭയങ്കര വിഷമം അവള് പറയും. ഇപ്പൊ ജോലി അങ്ങനെ ആയില്ല എന്നൊരു കുഴപ്പമില്ല. അത് നമ്മളുടെ ഒരു കഴിവ് തന്നെയാട്ടോ, ഒരു കേപ്പബിലിറ്റി, നമ്മളുടെ ഒരു കപ്പാസിറ്റിയാണ്. അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. ഒരു ടീച്ചറായി കുട്ടികളിലേക്ക് കാര്യങ്ങള് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ പല ബാച്ചിന്റെയും വൈവാ സെഷൻസ് കഴിഞ്ഞു. അപ്പൊ കുട്ടികളെ എങ്ങനെ എൻഗേജ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കും. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴും അതുപോലെ തന്നെ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോഴും ഓരോരുത്തരും എന്ത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതികളാണെന്നറിയോ കൊച്ചുകുട്ടികളുടെ അടുത്ത് എടുക്കുന്നത്. കുട്ടികൾ ഭയങ്കര എൻഗേജ്ഡ് ആവുകയും ചെയ്യും. കാരണം കുട്ടികൾ ഇങ്ങനെ ഓടി നടക്കൂലോ. പ്രീ സ്കൂളിലേക്ക് പിള്ളേരെന്ന് പറയുമ്പോഴേക്കും അവരിങ്ങനെ ക്ലാസ് റൂമിൽ മുഴുവൻ ഇങ്ങനെ ഓടി നടക്കും. ഒരിടത്ത് അവരെ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പം അങ്ങനെ കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവർ എന്തെല്ലാം മെത്തേഡ്സ് ആണെന്നറിയോ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യുന്നത്. അതിങ്ങനെ വരിക, നമ്മളങ്ങ് ബ്ലെസ്ഡ് ആവും, നമുക്കത് പറ്റും. മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങളെ അനുസരിച്ച് നമുക്ക് ക്ലാസ് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റും. അതിനെക്കുറിച്ചൊന്നും ഓർത്താരും ബോധർ ചെയ്യേണ്ട. കാരണം ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ എല്ലാവരുടെയും ടെൻഷൻ ചെയ്താൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, ടെൻഷൻ ആവുന്നു മാം, ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട്
രാവിലെ തന്നെ വിളിക്കും, മെസ്സേജ് അയക്കുകയോ ചെയ്യും. ഞാൻ പറയും ഒന്നും വേണ്ട, മുന്നിൽ വരുന്ന കുട്ടികൾ തന്നെ പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടതെന്ന്, അവരിൽ നിന്ന് തന്നെ കിട്ടുന്നു പറഞ്ഞു. അത് വൈകുന്നേരം വിളിക്കും, സന്തോഷത്തോടു കൂടി ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയി കുട്ടികളുടെ ചിരി, സന്തോഷവും അവരുടെ സ്നേഹവും കാരണം എനിക്ക് അവരുമായിട്ട് ചേർന്ന് പലതും ചെയ്യാനായിട്ട് പറ്റി. അതുവരെ ഡാൻസ് ചെയ്യാത്ത ആളായിരിക്കും കേട്ടോ, അവരുടെ ഒപ്പം ഡാൻസ് ചെയ്തിട്ടുണ്ടാവും. അതുവരെ പാട്ടുപാടും അതിന് ശ്രമിക്കുക പോലും ചെയ്യാത്ത ഒരാളായിരിക്കും, അവരുടെ ഒപ്പം പാട്ടുപാടി അതിന് സമയം പോയത് അറിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി വി ഓൾ ക്യാൻ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ആ ഒരു വാം, നമ്മളുടെ കുറച്ച് പോസിറ്റിവിറ്റി ഉണ്ട്. അത് നമ്മൾ പുറത്തേക്ക് എടുക്കണം, ഉള്ളിൽ അടക്കി വെക്കേണ്ട ഒരിക്കലും ആ ഒരു പോസിറ്റീവ് ഫാക്ടേഴ്സ്, വാംത്, കെയർ, അഫെക്ഷൻ, എംപതി, വട്ടെവർ ഇറ്റ് ബി, ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്യണം. കുട്ടികൾ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ, ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യങ്ങാണ്. അപ്പം അവരെ സംബന്ധിച്ച് അവര് ആ ഒരു ലോകം കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെ, അവരുടെ ചുറ്റുപാട് വലിയൊരു ലോകം, അവരത് കണ്ടു തുടങ്ങണേ ഉള്ളൂ. അതുകൊണ്ട് ഇവരെ ഡീല് ചെയ്യാനായിട്ട് ടീച്ചർ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അവർ ഭയങ്കര സട്ടിലാണ്, ഭയങ്കര സൂക്ഷ്മം, വളരെ എന്താ പറയാ ജെന്റിൽ, സോഫ്റ്റ് ആയിട്ടുള്ള, ഈവൻ അവരുടെ ഫിസിക്ക് നോക്കിയാലും അവരുടെ കണ്ണിലേക്ക് നോക്കിയാലും ഫേസിലേക്ക് നോക്കിയാലും അത്രയും സെൻസിറ്റീവ് ആയിട്ട് വളരെ നിഷ്കളങ്കരായിട്ടുള്ള പ്യുവർ സോൾസ് എന്ന് പറയില്ലേ, അത് തന്നെയാണ് കുഞ്ഞുങ്ങൾ. അപ്പൊ ആ പ്യുവർ സോൾസ്, ആ കുട്ടിയെ ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചറുടെ ഹാർട്ട് എത്രത്തോളം പ്യൂരിഫൈഡ് ആയിരിക്കണം, എന്നാൽ മാത്രമാണ് അവർക്ക് ആ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സ് മുഴുവനും ദേഷ്യവും സങ്കടവും ആരോടൊക്കെയുള്ള ഒരു ദേഷ്യവും വെറുപ്പും ഒക്കെ നിറച്ചു വെച്ച് കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരോട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. അത് നമ്മൾ പ്യൂരിഫൈഡ് ആക്കണം. നമുക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ഫാക്ടേഴ്സ് നമ്മളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന, നമ്മളുടെ മനസ്സ് പറയുന്ന ഒരു ചവിറ്റുകൊട്ടയൊന്നുമല്ലോ എല്ലാം കൊണ്ട് ഇങ്ങനെ അടിച്ചു കൂട്ടി ഇടാനായിട്ട്. അതെല്ലാം നമ്മൾ പുറത്ത് കളയണം, ആ വേസ്റ്റ് ആണ്. അതെല്ലാം പുറത്ത് കളഞ്ഞ് നമ്മുടെ ഹാർട്ട് നല്ല രീതിയിൽ പ്യൂരിഫൈ ചെയ്ത് വേണം കുട്ടികളുടെ അടുത്തേക്ക് പോകാൻ. അതിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ്സ് ഓപ്റ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രെയറോ മെഡിറ്റേഷനോ വട്ടെവർ ഇറ്റ് ബി, ഇച്ചിരി നേരം സമാധാനമായിട്ടിരുന്ന് പാട്ട് കേൾക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരാളുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്ത് മനസ്സിനെ കൂളാക്കുകയാണെങ്കിൽ, കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഹൃദയവും പ്യൂരിഫൈഡ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ. നമ്മൾ ടീച്ചർ ആൻഡ് സൈക്കോളജി ആണ് പറഞ്ഞത്. ടീച്ചർ എന്തുകൊണ്ട് അത് അറിഞ്ഞിരിക്കണം, ടീച്ചർ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ് ഒരു സർവീസ് തന്നെയാണ് കേട്ടോ, ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ, അതൊരു 2 പാരഗ്രാഫ്സ് ഉണ്ട്, അതങ്ങ് വായിക്കാം. ഞാൻ റീഡ് ചെയ്യാം. Child and his behavior. As the Montessori teacher are expected to communicate with the children of the age group 3 to 6. They must know their general behavior in groups, individual behavior, each one's familiar background, social background, etc. The children face different problems in their family and environment. The rate of addition of language changes according to the environment of each child. Emotions, motivations, and intelligence are also found of varying degrees among children. Teachers' efforts to gather children are likely to encounter the individual difference. Echocentrism may still prevail with some children. There may be children with psychological abnormalities and physical disabilities, which the teacher has to identify from the very beginning. Different aspects of child development are to be understood by the teacher. During the period of vital growth, children pass through different stages of cognitive, emotional, moral, social, and linguistic development. Their psychomotor coordination and skill development continuously. Pigot stages of cognitive development. Freud's stages of emotional development and
requisite stage of personality development are some of the works and judgment in the field which are of use to the teachers. Without having proper foundation in psychology, a teacher may not succeed in understanding Froebel's ideas of teaching kindergartners or Maria Montessori's idea of using didactic apparatus. Didactic apparatus. Okay. So teach children and teachers. Children and his behavior. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുട്ടികളെ ഇൻഡിവിജ്വൽ ആയിട്ടും ടീച്ചർക്ക് മനസ്സിലാകണം അവരുടെ ബിഹേവിയർ. ഒരു ഗ്രൂപ്പിലേക്ക് ചെല്ലുമ്പോഴും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ടീച്ചർ മനസ്സിലാക്കണം. നമുക്കറിയാം മോണ്ടിസോറി ടീച്ചർ അല്ലെങ്കിൽ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 to 6 years ഏജ് വരുന്ന കുട്ടികളുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ വരുന്ന കുട്ടികളുടെ ലൈഫ് സ്പാൻ, ഏജിന്റെ സ്പാൻ എന്ന് പറയുന്നത് 3 വയസ്സ് തുടങ്ങിയിട്ട് 6 വയസ്സ് വരെയാണ്. 6 വയസ്സ് കഴിയുമ്പോഴേക്കും അവർ നോർമൽ സ്കൂളുകളിലേക്കൊക്കെ പോകും. മോണ്ടിസോറി മെത്തേഡ് ഉപയോഗിക്കുന്നത് ആ ഒരു ഏജ് വരെയുള്ള കുട്ടികൾക്കിടയിലാണ്. കുട്ടികളുടെ ജനറൽ ബിഹേവിയർ ടീച്ചർക്ക് മനസ്സിലാകണം, അതുപോലെ ഗ്രൂപ്പിലുള്ള ബിഹേവിയർ മനസ്സിലാകണം, ഒറ്റയ്ക്കായിരിക്കുമ്പോഴുള്ള ബിഹേവിയർ, പിന്നെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, എങ്ങനെയുള്ള ഫാമിലിയിൽ നിന്നാണ്, എങ്ങനെയുള്ള ഒരു സൊസൈറ്റി, ഒരു കമ്മ്യൂണിറ്റിയിലാണ് അവരുള്ളത്. കുട്ടികൾ പലപ്പോഴും പല പ്രോബ്ലംസും ഫേസ് ചെയ്യുന്നു. അവരുടെ ഫാമിലിയിൽ ഉണ്ടാകാം, അവരുടെ ചുറ്റുപാട് എൻവയോൺമെന്റിൽ നിന്നും പല പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നു. ഇനി ചില കുട്ടികൾ പറയില്ലേ പെട്ടെന്ന് സംസാരിച്ചു, ചില കുട്ടികൾ സംസാരിക്കാൻ വൈകി. അപ്പൊ ആളുകൾ ഇങ്ങനെ പറയും കുട്ടികളായാൽ വൈകും, പെൺകുട്ടികളാകുമ്പോൾ പെട്ടെന്ന് സംസാരിക്കുന്ന പറയും. അതിനൊന്നും ശരിയായൊരു സയന്റിഫിക് ഒരു ഇതില്ല കേട്ടോ. സോ നമ്മളുടെ ആ ഒരു ഇന്ററാക്ഷൻ, അതുകൊണ്ട് തന്നെയാണ് ആ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരുന്നത്. ശരിക്കും അത് വീട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് മാത്രമല്ല, ഇമോഷൻ, മോട്ടിവേഷൻ ആൻഡ് ഇന്റലിജൻസ്, അതെല്ലാം ഒരു വേരിയിങ് ആയിട്ടാണ് കാണുന്നത് കുട്ടികളിൽ. ചില കുട്ടികൾ വളരെയധികം ഇമോഷണലി അൺസ്റ്റേബിൾ ആകാനുള്ള ചാൻസസ് ഉണ്ട്. ചില കുട്ടികൾക്ക് ശരിയായ രീതിയിലുള്ള മോട്ടിവേഷൻ കിട്ടില്ല, ചില കുട്ടികൾക്ക് ആ മോട്ടിവേഷൻ കിട്ടുന്നു. അങ്ങനെ അവരുടെ ഇന്റലിജൻസിന്റെ ഒരു വ്യത്യാസം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാണ്, അനിമേറ്റഡ് പോലത്തെ വീഡിയോ ആണ്. എന്നാലും ഒരു കുട്ടി പറയുമ്പോ നമുക്കറിയാം, ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അയാളുടെ പ്രായത്തിനനുസരിച്ച് അയാളുടെ ബോഡിയിലെ എല്ലാ ഓർഗൻസും ഒരു സൈസ് ഉണ്ടായിരിക്കും, ഷേപ്പ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പം നമുക്ക് ഇന്റേണൽ ഓർഗൻസും ഉണ്ട്, നമുക്ക് എക്സ്റ്റേണൽ ഓർഗൻസും ഉണ്ട്. ഇന്റേണൽ ഓർഗൻസ് ഹാർട്ട്, ലങ്സ്, ലിവർ, കിഡ്നി, അതുപോലെ തന്നെ ബ്രെയിൻ, അങ്ങനെ പല രീതിയിലുണ്ട്. കാണിക്കുന്നത് ഒരു ചെറിയ കുട്ടി, മേ ബി 1.5 years ആ ഒരു ഏജ് ആയിരിക്കണം. കണ്ടിട്ട് അങ്ങനെ മനസ്സിലായത് ഈ കുട്ടി മൊബൈൽ യൂസ് ചെയ്ത് കളിക്കുക. അപ്പൊ കുട്ടിയുടെ ഇന്റേണൽ ഓർഗൻസിലേക്ക് ഇങ്ങനെ നമ്മൾ കാണിക്കുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ കാണാം, ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാം കുട്ടിയുടെ ബോഡിയിലൂടെ. അതെല്ലാം നോർമൽ ആയിട്ട് ഇരിക്കുമായിരുന്നു. കുട്ടി കണ്ടിന്യൂസ് ഈ മൊബൈൽ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഈ ഓർഗൻസ് എല്ലാം എക്സ്പാൻഡ് ചെയ്യുന്നു, ബൾജ് ചെയ്യുന്നു. കുട്ടിക്ക് കൊടവയർ പോലെ ആകുന്നു. ബ്രെയിനൊക്കെ ഇങ്ങനെ എന്താ പറയാ, ആകെ ചൂടായിട്ട് വന്നു. അതിന്ന് കുറെ ന്യൂറോൺസ് ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇതിന്റെ ഈ ലൈറ്റ് കാരണം, ഈ ഗാഡ്ജറ്റ്സിന്റെ. അപ്പൊ അതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരുന്ന രീതിയിൽ കാണിക്കാനുണ്ട്, ഭീകരാവസ്ഥ കാണിക്കുന്നു. കുഞ്ഞിന്റെ ശരീരം ചെറുതായിരിക്കും, പക്ഷെ ഈ പറയുന്ന ഓർഗൻസ് എല്ലാം ഇങ്ങനെ ഒരു ഗാഡ്ജറ്റ് അഡിക്ഷൻ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ആ കുഞ്ഞിന്റെ ഇന്റേണൽ ഓർഗൻസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള് നല്ല രീതിയിൽ വീഡിയോയിലൂടെ കാണിക്കുന്നു. പിന്നെ കുട്ടികളെ ടീച്ചറുടെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾക്ക് പലപ്പോഴും വരുന്ന പ്രശ്നങ്ങൾ ആ ഒരു അതിനെ ഫേസ് ചെയ്യാനും ധൈര്യത്തോടിരിക്കാനും, അറ്റ്ലീസ്റ്റ് പ്രോബ്ലം എന്തെങ്കിലും ആണെങ്കിൽ ഒരാളോട് പറയാനുള്ള ഒരു ഓപ്പൺനെസ്, ആ ഒരു ക്ലോസ്നെസ് അയാളുമായിട്ട് ഉണ്ടാകണം. ഈഗോ സെൻട്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് ഇൻട്രസ്റ്റ്, സെൽഫ് കൺസേൺ, ഓൾമോസ്റ്റ് സിമിലർ ടു സെൽഫിഷ്നെസ്, സ്വന്തം കാര്യം മാത്രം നടക്കുക, അങ്ങനെയുള്ള രീതിയിലൊക്കെ ചില കുട്ടികളിൽ കാണാറുണ്ട്. അത് ഷെയറിങ് ഇല്ലാതെ വരിക. നമ്മളൊരു ടോപ്പിക് ഓൾറെഡി ഡിസ്കസ് ചെയ്തില്ലേ,
ഒറ്റ കുട്ടിയാണോ, രണ്ടോ അതിലധികമാണോ? അപ്പൊ അതിലെല്ലാം എല്ലാവരും പറഞ്ഞത് ഷെയറിങ്ങിന്റെ കാര്യമായിരുന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് സൈക്കോളജിക്കലായിട്ട് എന്തെങ്കിലും അബ്നോർമാലിറ്റി, മാനസികമായിട്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ ഡിസബിലിറ്റീസ്, അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാകാം അല്ലെ. ഫിസിക്കലി ശാരീരികമായ വൈകല്യങ്ങളും മാനസികമായ വൈകല്യങ്ങളുമുള്ള കുട്ടികൾ ഉണ്ടാകാം. അപ്പൊ ടീച്ചർ പെട്ടെന്ന് തന്നെ ഈ കുട്ടിയെ ഫ്രം ദ ബിഗിനിങ് ഐഡന്റിഫൈ ചെയ്യാൻ. ടീച്ചർമാർക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള ചില ഡിഫോമിറ്റീസ് വരുമ്പോൾ അതിനെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അവരത് ഹയർ അതോറിറ്റീസിനെ അറിയിക്കും, മാനേജ്മെന്റിനെ, പ്രിൻസിപ്പളിനെയൊക്കെ അറിയിക്കും. അങ്ങനെ അവർ തീരുമാനിച്ച് കുട്ടിക്ക് എന്താണ് ഇന്റർവെൻഷൻ കൊടുക്കേണ്ടത് അത് പാരന്റ്സിനെ കൊണ്ട് കൺവിൻസ് ചെയ്തിട്ട് അതിന് പറ്റിയ സെന്ററുകളിലേക്ക് കുഞ്ഞിനെ അയച്ച് കൊണ്ടുപോകാനായിട്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഒരു ടീച്ചറാണ് ഇത് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയുള്ള ഡിഫോമിറ്റീസ്. പിന്നെ കുട്ടികളുടെ ഈ ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് പല സ്റ്റേജസിലൂടെ കടന്നു പോകുന്നു. കോഗ്നിറ്റീവ്, ഇമോഷണൽ, മോറൽ, സോഷ്യൽ ആൻഡ് ലിംഗ്വിസ്റ്റിക്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആ രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ സൈക്കോമോട്ടർ കോർഡിനേഷൻ സ്കിൽസ്, നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ മനസ്സൊരു കാര്യം പറയുന്നു, അതിനനുസരിച്ച് ആ ഒരു ബാലൻസ് ബോഡിക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്, അതെല്ലാം ഡെവലപ്മെന്റിന്റെ ഭാഗം തന്നെയാണ്. പിയാഷെറ്റിന്റെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഫ്രോയിഡിന്റെ സ്റ്റേജസ് ഓഫ് ഇമോഷണൽ ഡെവലപ്മെന്റ്, എറിക്സന്റെ സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഈ രീതിയിലാണ് ഇവർ സ്റ്റേജസ് എല്ലാം പറഞ്ഞത്. അതിൽ പറഞ്ഞ പിയാഷെറ്റ് ഒരു ഓൺലി ചൈൽഡ് ആണ്, അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആക്കാതെ പല കാര്യങ്ങളും പോസ്റ്റുലേറ്റ് ചെയ്തത്. അതേസമയം എന്താ പറയാ, എറിക്സൺ, ടോസ്കി എല്ലാം നല്ല സൈക്കോ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലിയിൽ നിന്നുള്ളവരാണ്. അവർക്ക് ഇന്ററാക്ഷൻ കൂടുതലായിരുന്നു, സോഷ്യലൈസ് ചെയ്യുന്നത് കൂടുതലായിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ച് അവര് എഴുതിയത് അത് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. പിയാഷെറ്റ് എഴുതിയത് പിയാഷെറ്റിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. പിന്നെ ഫ്രൂബൽ എന്നൊരു ആളുടെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹമാണ് കിൻഡർ ഗാർട്ടൻ ആദ്യമായി അതിന്റെ ഒരു ഐഡിയ കൊണ്ടുവന്ന ആളാണ് ഫ്രൂബൽ. മറിയ മോണ്ടിസോറിയുടെ സംവാട്ട് സിമിലർ ആയിരുന്നു അല്ലെ. പ്രത്യേകമായി കുട്ടികൾക്ക് വേണ്ടുന്ന രീതിയിൽ ആ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തായിരുന്നു മറിയ മോണ്ടിസോറി. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് സൈക്കോളജിയെ കുറിച്ചുള്ളത്. കൂടുതലൊക്കെ ആഡ് ചെയ്ത് വായിക്കുക. വി ഹാവ് ടൈം. സോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ആയ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലേക്ക് പോകാം. Okay. Next topic, educational psychology. Psychology education settings അപ്ലൈ ചെയ്യുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് പാരഗ്രാഫും ഇതിലെ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി, ഇവിടെ വരെ ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? Definition of educational psychology. Educational psychology is the application of psychological findings in the fields of education. It is the systematic study of the development of the individual within the educational setting. According to Charles C. Skinner, educational psychology deals with the behavior of human beings in educational situations.
Thus, educational psychology is a behavioral science with two main references, human behavioral and education. It aims to produce attractive changes in a child for all-round development of his personality. ഓക്കെ, എഡ്യൂക്കേഷൻ സൈക്കോളജി. സൈക്കോളജിക്ക് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ സൈക്കോളജി അപ്ലൈ ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻസ്, സൈക്കോളജിക്കൽ ഫൈൻഡിങ്സ് ഇൻ ദ എഡ്യൂക്കേഷൻ ഫീൽഡ്. ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് ഡെവലപ്മെന്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ. ആ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിന് ആ ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 1 ഇയർ ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്, അപ്പൊ ആ ഒരു എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ നിങ്ങളുണ്ടല്ലേ, അപ്പൊ നിങ്ങളുടെ ഡെവലപ്മെന്റ്, ആ ഒരു ഡെവലപ്മെന്റിന്റെ സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. ചാൾസ് ഈസ്കിന്നെ അദ്ദേഹം പറഞ്ഞു, എഡ്യൂക്കേഷൻ സൈക്കോളജി ഡീൽസ് വിത്ത് ദി ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ എഡ്യൂക്കേഷൻ സിറ്റുവേഷൻ. എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസ് ഹ്യൂമൻ ബീയിങ്ങിന്റെ ബിഹേവിയർ മനസ്സിലാക്കുക, സ്റ്റഡി ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചാൾസ് ഈസ്കിന്നെ പറഞ്ഞു. എഡ്യൂക്കേഷൻ സൈക്കോളജി ബിഹേവിയറൽ സയൻസ് ആണ്. അപ്പം നമുക്ക് പറയാം എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരു ബിഹേവിയറൽ സയൻസ് ആണ്. അതിന് 2 മെയിൻ റെഫറൻസുകളുണ്ട്. സോ ഇറ്റ്സ് എ ബിഹേവിയറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുവാണല്ലോ, 2 മെയിൻ റെഫറൻസ് ഉണ്ട്, ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എഡ്യൂക്കേഷൻ. ആളുകളുടെ ബിഹേവിയർ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോ ഇത് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളില് പല അട്രാക്റ്റീവ് ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള രീതി ചെയ്ത് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യുക. അതാണ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുക, ടു നോ അവർ സെൽഫ്, ഞാൻ ആരാണ്, എന്റെ പൊട്ടൻഷ്യൽ എന്താണ്, അതിനനുസരിച്ച് തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക. അതാണ് സൈക്കോളജി ചെയ്തത്. അത് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ ചെയ്തപ്പോൾ അത് എഡ്യൂക്കേഷണൽ സൈക്കോളജി ആയി മാറി. So we have a further paragraph. So first 2 means അതിന്റെ താഴെ 2 paragraphs വായിക്കും. വായിക്കാം. ഈസി തന്നെ. ഫൈൻ പ്ലീസ്. Thus, educational psychology is primarily concerned with understanding the process of teaching and learning that plays within formal surroundings and developing ways of improving those methods. It covers important topics like learning theory, teaching methods, motivations, cognitive, emotional, and moral development, parent-child relationship, etc. Educational psychology helps the teacher to understand the students and improves their ability. The field of educational psychology involves the study of memory, theoretical process, and individual difference in conceptualizing new strategies for learning process in humans. Educators change the teaching method and environment so that the maximum number of students is served in the general education environment. Okay, fine. ഇപ്പൊ എഡ്യൂക്കേഷണൽ സൈക്കോളജി നമ്മൾ പറഞ്ഞു, എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ശരിക്കും അതിന്റെ പ്രൈം ഇമ്പോർട്ടൻസ്, അത് പ്രൈമറിലി കൺസേൺ ചെയ്തിരിക്കുന്നത് ആ ഒരു പ്രോസസ് ഓഫ് ടീച്ചിങ് അത് മനസ്സിലാക്കുക. അത് വഴി ലേണിങ്ങിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ആ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്, ഫോർമൽ സറൗണ്ടിങ്സും പിന്നെ അവരുടെ മെത്തേഡ് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്പിംഗ് ബേസും അവിടെ വേണം. പല ടോപ്പിക്സ് കവർ ചെയ്ത് പോകുന്നുണ്ട്. ലേണിംഗ് തിയറി, ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ട് അല്ലെ. ടീച്ചർമാർ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കണ്ടുപിടിക്കും. ടീച്ചിങ് പ്രാക്ടീസ് പോകുമ്പോഴും നമ്മൾ ചെയ്യും. നെക്സ്റ്റ് മോട്ടിവേഷൻസ്, ഒരു കുട്ടിക്ക് ആവശ്യമുള്ളത് തന്നെയാണ് അപ്രൈസൽ എന്നുള്ളത്. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് വോണ്ട് ഹാം ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ്. ഓക്കെ, മറ്റുള്ളവരുടെ ഫീലിങ്സിനെ ഹാം ചെയ്തുകൊണ്ട് നമ്മൾ ഒരാളെ അവരുടെ മുന്നിൽ വെച്ച് ഭയങ്കരമായിട്ട് അനുമോദിക്കാൻ പാടില്ല എന്ന് പറയും. പിന്നെ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് എല്ലാം ഇതിന്റെ അണ്ടറിൽ വരും. ഓക്കെ, പഠിക്കാൻ
കുട്ടിക്ക് ഒട്ടും താല്പര്യമില്ല, ഹോംവർക്കുകൾ ചെയ്യുന്നില്ല. ചോദിച്ചു വന്നപ്പോഴാണ് എനിക്ക് പറഞ്ഞത് വീട്ടില് പാരന്റ്സ് രണ്ടുപേരും ഭയങ്കര വഴക്കാണ്, എനിക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല. ആ രീതിയിൽ കുട്ടി സംസാരിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ ടീച്ചർക്ക് മനസ്സിലാകാനായിട്ട് പറ്റും കുട്ടികളെ, അവരുടെ എബിലിറ്റി ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് ടീച്ചറെ കൊണ്ട് കഴിയും. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് മെമ്മറി, തിയററ്റിക്കൽ പ്രോസസ് ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഓക്കെ, അപ്പോ ആളുകളുടെ ലേണിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ന്യൂ സ്ട്രാറ്റജീസ് എടുക്കാം. ഒരാൾ ചെയ്ത പോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യണമെന്നില്ല. നമ്മൾക്ക് പുതിയ മെത്തേഡ്സ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ക്ലാസ്സസ് എടുക്കാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു സ്കൂള്, ആ രീതിയിലുള്ള ഒരു സ്പേസ്, ഒരു ഫ്രീഡം തരുന്നെങ്കിൽ ഇറ്റ്സ് ടു ഗുഡ്. നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും, കുട്ടികൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതല്ല ഞങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ എടുത്താൽ മതി, ഇത്രയും ചെയ്യിക്കാനുണ്ട്, കുട്ടികളെ കൊണ്ട് ഇത്രയും വർക്ക് ചെയ്യിക്കാന്നൊക്കെ പറയുമ്പോഴേക്കും അത് ഭയങ്കര ടഫാണല്ലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്, ആ ഒരു ടോപ്പിക്കിലെ ലാസ്റ്റ് പാരഗ്രാഫ് ആരാ റീഡ് ചെയ്യാൻ? The educational psychologist studies individual differences of students and devise special education programs for the students of exclusive needs. Special educators provide a continuity of services in which students with special needs receive varying degrees of support based on their individual needs. Common special needs include learning disabilities, communication disabilities, emotional and behavioral disorders, physical disabilities and developmental disabilities. Students with these kinds of special needs are likely to benefit from the additional educational service such as different paths of teaching, the use of technology, specifically suitable teaching area or a resource room. The Montessori method of education itself is a method which helps the especially needed students to a large extent, as it is a method based on individual attention. Okay, so educational psychologist, individual differences of students, ഓരോ കുട്ടിക്കും ഓരോരോ ഡിഫറൻസസ് ഉണ്ട്, അത് സ്റ്റഡി ചെയ്യും. പിന്നെ പലപ്പോഴും ചില കുട്ടികൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കൺസേൺ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. എങ്ങനെയുള്ള കുട്ടികൾക്കാണ്? സ്റ്റുഡൻസ് ഓഫ് എക്സ്ക്ലൂസീവ് നീഡ്സ്, അല്ലെ? അവർക്ക് സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികളാണ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് അവർക്ക് കണ്ടിന്യൂസ്, കാരണം അവർക്ക് ഫോളോ അപ്പ് വേണം. നമ്മളിപ്പോ അല്ലാതൊരു നോർമൽ സ്കൂളിലെ കുട്ടി എന്ന് പറയുമ്പോൾ ഇന്നൊരു ഹോംവർക്ക് കൊടുത്തു, നാളെ ചെയ്തിട്ട് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്യും, നോ പ്രോബ്ലം. പക്ഷെ സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് നമ്മൾ നോർമൽ ടീച്ചർ എന്നുള്ളതിനേക്കാളും ആ ഒരു സ്പെഷ്യൽ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് നമുക്ക് മാറുകയും ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് പലരുടെ അങ്ങനെയുള്ളവരുടെ സപ്പോർട്ട് ചോദിക്കാവുന്നതാണ്. ഇതിലെ കോമൺ സ്പെഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടാകാം ഇങ്ങനെയുള്ള കുട്ടികൾക്ക്. അവർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാകാം, കമ്മ്യൂണിക്കേഷൻ ഡിസബിലിറ്റീസ് ഉണ്ടാകാം, നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാതെ വരും. ഇമോഷണൽ ആൻഡ് ബിഹേവിയർ ഡിസോർഡേഴ്സ് അവർക്ക് അത് ഉണ്ടാകാം. കാരണം അവരുടെ നൈറ്റ് ഉറക്കം ചിലപ്പോൾ ശരിയാകാതെ വരുന്നു, പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും. ഇതൊരു അഡീഷണൽ എഡ്യൂക്കേഷൻ സർവീസ് ആയിട്ട് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്നത് ഒരു അഡീഷണൽ എഡ്യൂക്കേഷൻ സർവീസ് ആയിട്ട് കണ്ട് അവരെ പല രീതിയിൽ പഠിപ്പിക്കുന്നു. ഓക്കെ, സോ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് എന്താ പറയാ, നീഡഡ് സ്റ്റുഡൻസിന് ഒരു ലാർജ് എക്സ്റ്റൻസ് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ അറ്റൻഷൻ. മോണ്ടിസോറി മെത്തേഡിൽ ഗ്രൂപ്പാണ്, കുട്ടികൾ ഗ്രൂപ്പായിട്ടുണ്ടെങ്കിലും ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ് നടക്കുന്നത് അവിടെ.
ആ രീതിയിലാണ് ആ എൻവയോൺമെന്റ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ലാർജ് എക്സ്റ്റെന്റ് ആയിട്ട് മോണ്ടിസോറി മെത്തേഡിന് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നീഡഡ് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതും കൂടിയാണ്. റെസിപ്രോക്കൽ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്, മ്യൂച്വൽ ഹെൽപ്പ്. ഓക്കെ, ഇനി നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ആണ് നമുക്ക് വരുന്നത്. അതൊരു സൈക്കോളജിയുടെ പല സബ്ജക്ട്സിന്റെയും ഒരു അപ്ലൈഡ് ബ്രാഞ്ച് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ നേച്ചറിനെ സമ്മറൈസ് ചെയ്ത് താഴേക്ക് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ആ പോയിന്റ്സിന് നമ്പറും കൊടുത്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ മെയിൻ ആയിട്ടുള്ള 5 ഫാക്ടേഴ്സ് ആണ് ഇവിടെ 1, 2, 3, 4 എന്നുള്ള രീതിയിൽ നമ്പർ ചെയ്തേക്കുന്നത്. ഞാൻ ജസ്റ്റ് 5 ഫാക്ടേഴ്സ് മാത്രം ഒന്ന് പറയാം. അതിൽ ഒന്നാമത്തെ ലേണർ, സ്റ്റുഡന്റ് അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ. പിന്നെ ഓർഡർ കുറച്ചൊന്ന് മാറ്റുന്ന നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. നമുക്ക് നെക്സ്റ്റ് ഫെസിലിറ്റേറ്റർ വെക്കാമായിരുന്നു. ടീച്ചർ എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് ദ ഫെസിലിറ്റേറ്റർ അല്ലെ, ഫെസിലിറ്റേറ്റർ എന്ന് കൊടുക്കാം. അത് അടുത്ത രണ്ടാമത്തെ ഫാക്ടർ. ഇനി ഇവര് രണ്ടുപേരും കൂടെ കടന്നു പോകുന്നത് എന്താണ്? ലേണിംഗ് പ്രോസസ് അല്ലെ. കുട്ടി ഒരു കാര്യം ടീച്ചർ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പൊ രണ്ടുപേരും കൂടെ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ്. നെക്സ്റ്റ് വൺ എന്താ? ആ ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോയപ്പോൾ ഇവർ രണ്ടുപേരും പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ആ എക്സ്പീരിയൻസ് ആണ് ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ആ ഒരു പ്രോസസ് നടക്കുന്ന സ്ഥലം, ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവയോൺമെന്റ്. ഓക്കെ, ആരാ സൈൻ ഔട്ട് ഉള്ളത്? എനിക്ക് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ നോ പ്രോബ്ലം. യെസ്, Thank you, Disha ma'am, and my dear friends, to attend today's session. Today, ma'am took a new lesson as that is educational psychology. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.